വാഹനം വാങ്ങുമ്പോൾ ഒരു ശരാശരി മലയാളി നിർബന്ധമായും പരിഗണിക്കുന്ന ഒരു കാര്യമാണ് ആ കാറിന്റെ അല്ലെങ്കിൽ വാഹനത്തിന്റെ മൈലേജ്. പക്ഷെ കാറ് വാങ്ങി ഓടിക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ അറിയാതെ നമ്മളിങ്ങനെ പരാതിപ്പെടാറുണ്ട്, ഈ പറഞ്ഞത്ര മൈലേജ് വണ്ടിക്ക് കിട്ടുന്നില്ലല്ലോ എന്ന്. അങ്ങനെയുണ്ട് എങ്കിൽ അതിനുള്ള കാരണം ഇതാണ്. പലർക്കും മലയാളികൾക്ക് അറിയില്ല മൈലേജ് എങ്ങനെയാണ്. ഒന്ന്, നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നോക്കേണ്ടത് ഫ്യൂവൽ എപ്പോഴും ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഐദർ ഏർലി മോർണിംഗ് ഫില്ല് ചെയ്യണം, അല്ലെങ്കിൽ മിഡ് നൈറ്റ് ഒരു ആഫ്റ്റർ 10 o'clock. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഫ്യൂവൽ എന്ന് പറയുന്നത് അതിൻ്റെ ഡെൻസിറ്റിയാണ് വരുന്നത്. അപ്പം നമ്മൾ പകൽ സമയത്ത് ഒരു 12 മണിക്ക് നല്ല ചൂടുള്ള സമയത്ത് എന്നൊരു 1 ലിറ്റർ ഫ്യൂവൽ ഫില്ല് ചെയ്താൽ 1 ലിറ്റർ ഉണ്ടാവില്ല. എപ്പോഴും നമ്മൾ ഏർലി മോർണിംഗോ അല്ലെങ്കിൽ മിഡ് നൈറ്റിന് ശേഷം ഫില്ല് ചെയ്യാവും. രണ്ട്, നമ്മുടെ മലയാളത്തിൽ ഏറ്റവും വലിയ പ്രശ്നമാണ്, നമ്മുടെ എല്ലാവരുടെ പ്രശ്നമാണ്, നമ്മൾ ടയർ എയർ പ്രഷർ, നാട്ടുകാർ പറയും ടയറിന് എയർ കുറവാണ്, അപ്പോഴേ നമ്മൾ എയർ ഫില്ല് ചെയ്യുള്ളൂ. എയർ ഫില്ലിങ് എപ്പോഴും അറ്റ്ലീസ്റ്റ് 2 വീക്സിലൊരിക്കൽ നമ്മൾ ചെക്ക് ചെയ്യുക. നമ്മൾ ഒരിക്കലും അത് ശ്രദ്ധിക്കാത്ത കാര്യമാണ്. ടയർ ഫ്യൂവൽ ഫില്ലിങ്, ഫ്യൂവലിൻ്റെ ഇതിൽ ടയറിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ്. മൂന്നാമത്തെ കാര്യം, നമ്മൾ പലപ്പോഴും ചെയ്യണം, മൊബൈൽ വരുമ്പോൾ വണ്ടി സൈഡിൽ നിർത്തി സംസാരിക്കുക. 3 മിനിറ്റ് നിങ്ങൾ നിർത്തി സംസാരിച്ചാൽ 1 കിലോമീറ്റർ വ്യത്യാസം ഉണ്ടാവും. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ചെന്ന് നിൽക്കുന്ന നമ്മുടെ സിഗ്നൽ ലൈറ്റ് നിൽക്കുമ്പോൾ സിഗ്നൽ ലൈറ്റിൽ നമ്മൾ നോക്കാം, 1.5 മിനിറ്റ് ആണെങ്കിൽ ഓഫ് ചെയ്യുക, 30 സെക്കൻഡ് ആണെങ്കിൽ വേണ്ട, 1.5 മിനിറ്റ് ആണെങ്കിൽ ഓഫ് ചെയ്ത് നിൽക്കുക. അതേപോലെ തന്നെ ഫ്യൂവൽ ഫില്ല് ചെയ്യുമ്പോഴും എപ്പോഴും ഒരു ഫ്യൂവൽ പമ്പിൽ ഫ്യൂവൽ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊന്നും ഫില്ല് ചെയ്യരുത്. പമ്പിൽ ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ടാങ്ക് വന്ന് ഫ്യൂവൽ ചെയ്യും. അപ്പോൾ നമ്മുടെ സെയിം സാധനം നമ്മൾ നോക്കിയാൽ നമ്മുടെ വീട്ടിലെ വാട്ടർ ടാങ്കിൽ ഫുള്ള് തീർത്തിട്ട് വെള്ളം അടിച്ച് കഴിയുമ്പോൾ നമ്മൾ ആദ്യം എന്താ വരിക, ആ ഡസ്റ്റ് ആയിരിക്കും വരും. സെയിം നമുക്ക് വരും. അത് നോക്കാണ്ടിരിക്കും. ഈ കാര്യങ്ങൾ നോക്കിയാൽ തന്നെ നമ്മുടെ ഫ്യൂവൽ എഫിഷ്യൻസി മാറും. എപ്പോഴും ഫ്യൂവൽ അടിക്കുമ്പോൾ ഹാഫ് ടാങ്ക് നിൽക്കുമ്പോൾ ഫ്യൂവൽ ഫില്ല് ചെയ്യണം. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏറ്റവും ആ ഒരു സിഗ്നൽ ലൈറ്റ് കത്തുമ്പോഴാണ് ഫില്ല് ചെയ്യുക. അപ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഫ്യൂവൽ ടാങ്കിൻ്റെ ഉള്ളിൽ ഏരിയ കൂടുതലാണ്, ഇത് വാപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. വാപ്പറേറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ സ്പേസ് കൂടുതൽ കിടക്കും തോറും നമ്മുടെ വാപ്പറേറ്റ് ചെയ്യുന്ന ഇത് കൂടിക്കൊണ്ടിരിക്കും. ഒരു ഹാഫ് ടാങ്ക് ആകുമ്പോൾ വീണ്ടും ഫുൾ ഫില്ല് ചെയ്യുക. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൾക്കാർക്ക് ഇത് ഫില്ല് ചെയ്യുക. നമ്മളെപ്പോഴും ഒരു ലൈറ്റ് കത്തണം എന്നൊരു സ്വഭാവം, അതുകൂടെ മാറിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മൈലേജ് കൂടുതൽ.